നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് തുർക്കി. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേൽ സൈന്യത്തെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഒരു നടപടി. ഹമാസിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. അഭയം കൊടുക്കാൻ തുർക്കി തയ്യാറായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഖത്തറിൽ നിന്ന് ഹമാസിനെ ചവിട്ടിപ്പുറത്താക്കിയിരുന്നു. അതിന് പിന്നിൽ അമേരിക്കയുടെ വലിയ റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തരത്തിലും ഒരു കൈപിടിക്കാൻ ഒരു പിടിവള്ളി കിട്ടാതെ നിൽക്കുന്ന ഹമാസിനെ ഇപ്പോൾ തുർക്കി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുതാപരമായ ഒരു കാര്യം? എന്താണ് അത്തരത്തിലൊരു നീക്കം നടന്നിട്ടുണ്ടോ? അത് ഹമാസിനെ ഒരിക്കലും ഒരു തീവ്രവാദ സംഘടനയായി തുർക്കി പരിഗണിച്ചിട്ടേയില്ല എന്നുള്ളതാണ് വാസ്തവം. ഹമാസ് തീവ്രവാദ സംഘടനയല്ല, മറിച്ച് മുജാഹിദ്ദീനാണ്. എന്ന് വെച്ചാൽ തങ്ങളുടെ ഭൂമിയെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുന്ന ഒരു വിമോചന ഗ്രൂപ്പാണ് ഹമാസ് എന്നാണ് തുർക്കിയുടെ വാദം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്ന് ഹമാസ് പുറത്തായപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തുർക്കി എന്നുള്ളതാണ് വാസ്തവം. ഹമാസിന്റെ മുതിർന്ന അംഗങ്ങൾ കഴിഞ്ഞയാഴ്ച ഖത്തറിൽ നിന്ന് തുർക്കിയിലേക്ക് പോയതായിട്ട് അറബ് നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് തന്നെ ടൈംസ് ഓഫ് ഇസ്രയേലും മറ്റ് പാശ്ചാത്യ മാധ്യമങ്ങളും എല്ലാം തന്നെ വളരെ വലിയ ഹെഡ്ലൈനിൽ തന്നെ വാർത്തകൾ കൊടുത്തിരുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണ് എന്ന് ദോഹ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഹമാസ് നേതാക്കൾ വെച്ചടിച്ച് തുർക്കിയിലേക്ക് പോയിരിക്കുന്നത്. ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ തുർക്കി സമ്മതവുമാണ്. നിങ്ങൾക്കിവിടെ സ്വാഗതം എന്നാണ് ഹമാസിനോട് തുർക്കി പറഞ്ഞതായാണ് ഇസ്രയേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിന് ഹമാസിനെ പുറത്താക്കാൻ US ആണ് ദോഹയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇവരെ പുറത്താക്കിയത്. അങ്ങനെ പുറത്താക്കിയെങ്കിലും തുർക്കി ഇവരെ ഇപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തുർക്കി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു, ഹമാസിനെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തുർക്കി തന്നെ പറയുന്നത് ഹമാസ് ഒരു വിമോചന സേനയാണ്, സ്വന്തം രാജ്യത്തിനും മണ്ണിനും വേണ്ടി പോരാടുന്ന മുജാഹിദുകളാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ യഹ്യ സിൻവർ ഒഴികെ ഈ ഹമാസിന്റെ തലവന്മാരാരും ഗാസയിൽ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ഖത്തറിൽ സുഖജീവിതം നയിക്കുന്നവരായിരുന്നു. ഗാസയിൽ കുറെ മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ ഇവരവിടെ മറ്റേ ആഡംബരത്തിന്റെ നെറുകയിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവരൊരു വിമോചന സംഘമാകുന്നതും തുർക്കി ഇവരെ ഒരു എന്താ പറയുന്ന സമാധാനത്തിന്റെ ചിറകുകൾ വിരിച്ച പറവകളാണ് എന്ന തരത്തിലേക്കൊക്കെ പറയുന്നത്? അത് തുർക്കി അങ്ങനെയാണ് അവരോട് പറയുന്നത്. കാരണം ഹമാസ് പറയുന്നതും അങ്ങനെയാണല്ലോ, അവരൊരിക്കലും ഒരു തീവ്രവാദ സംഘടനയല്ല. ഹിസ്ബുള്ള പറയുന്നതും അതാണ്, അവരൊരിക്കലും തീവ്രവാദ സംഘടനയല്ല. അവരവരുടെ മണ്ണിന് വേണ്ടി പലസ്തീനികൾക്ക് വേണ്ടി പോരാടുന്ന സമരക്കാരാണ് എന്നാണ് അവർ പറഞ്ഞത്. തങ്ങളുടെ മണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. പലസ്തീനികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. ജൂതന്മാരിൽ നിന്നും പലസ്തീനികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പോരാടുന്നത് എന്നാണ് അവർ ഏത് കാലത്തും പറയുന്നത്. അതുതന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആദ്യകാലത്ത് ഇസ്രയേലിനെ അംഗീകരിച്ച ആദ്യത്തെ ഒരു അറബ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു, മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തുർക്കി. എർദോഗന്റെ കാലം വന്നതിന് ശേഷമാണ് ഇവർ തമ്മിൽ ഇത്രയും അധികം ഒരു സംഘട്ടനം വന്നു പോകുന്നത്. ഇപ്പോഴും പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുൻപും ഇതുപോലെ ഹമാസ് നേതാക്കൾ തുർക്കിയിലേക്ക് വരാറുണ്ട്. ദോഹയിൽ മീറ്റിങ്ങുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ രാജ്യത്തേക്ക് വരാറുണ്ട്. അതുപോലെ ഇപ്പോൾ വന്നു എന്നേ ഉള്ളൂ എന്നാണ് തുർക്കി നയതന്ത്രജ്ഞർ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ ഇവരെ സ്വീകരിച്ചു എന്നുള്ള വാർത്തകളിലൊന്നും വാസ്തവമില്ല. ഹമാസിന് തുർക്കി ഒരു പ്രായോഗിക ഓപ്ഷൻ മാത്രമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ അത്ര വാസ്തവമുണ്ടെന്ന് കരുതാൻ വയ്യ. കാരണം ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ തുർക്കി അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനുമതി നിഷേധിച്ചു എന്നുള്ള വാർത്ത തുർക്കി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. COP29 കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലേക്ക് പോകാനാണ് ഹെർസോഗ് തുർക്കിയോട് വ്യോമാതിർത്തി ചോദിച്ചത്. പക്ഷേ ആ വ്യോമാതിർത്തി മുറിച്ചു കടക്കാൻ പാടില്ല എന്ന് തുർക്കി വളരെ അസന്ദിഗ്ധമായിട്ട് തന്നെ പറഞ്ഞതായിട്ടാണ് തുർക്കി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തുർക്കി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇസ്രയേലിനെതിരെ ഒരു പോരിന് തന്നെ, തുറന്ന പോരിന്. കാരണം ഇതിനു മുമ്പും ഒരു പോരുണ്ടായിരുന്നു, പക്ഷേ അത് ഉച്ചസ്ഥായിയിൽ എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു തുറന്ന പോരിന് തന്നെ തുർക്കി മുന്നോട്ട് വരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്.
ഈ ഹമാസിനെ തുർക്കി അല്ലെങ്കിൽ എർദോഗാൻ സ്വീകരിക്കുന്നു, അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു വസ്തുതയല്ല. ഇതിനു മുൻപും ഹമാസിനെ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന പല നടപടികളും ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവാണ് എർദോഗാൻ. എർദോഗാന് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അതായത് എർദോഗാൻ എല്ലാ കാലത്തും ആവശ്യം എർദോഗാന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ്. എർദോഗാന്റെ നീക്കങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ ആഗോള മുസ്ലിം സംഘത്തിന്റെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സുപ്രീം പവർ തന്റെ കയ്യിൽ എത്തണം എന്നുള്ളതാണ് എർദോഗാന്റെ ആവശ്യം. അതായത് എർദോഗാന്റെ എല്ലാ രീതികളെയും അംഗീകരിക്കുന്ന, നയങ്ങളെയും അംഗീകരിക്കുന്ന വലിയൊരു വിഭാഗത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് എർദോഗാന്റെ ആവശ്യം. ഈ സൗദിയാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം, എർദോഗാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി. അവരാണല്ലോ അറബ് രാജ്യങ്ങളുടെ, ഇസ്ലാം രാജ്യങ്ങളുടെ ഒരു സുപ്രീം പവറിൽ നിൽക്കുന്ന. അപ്പോൾ അവരെ ഒന്നും അംഗീകരിക്കാൻ ഒരു കാലത്തും എർദോഗാൻ തയ്യാറല്ല. എർദോഗാന് ഈ രാജ്യങ്ങളുടെ, ഇസ്ലാമിക രാജ്യത്തിന്റെ, തുർക്കിയാണ് ഏറ്റവും പവറുള്ള രാജ്യം, എർദോഗാനാണ് അതിന്റെ പ്രധാനി എന്ന് ആ ഒരു ലീഡർഷിപ്പ് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഈ ഭീകര ഗ്രൂപ്പുകളെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ള, അവർക്ക് വേണ്ടി ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള ആളാണ് എർദോഗാൻ. എർദോഗാന്റെ കാലത്താണ് തുർക്കിയിൽ വളരെ വലിയ രീതിയിൽ ഭീകരവാദം വേരുറച്ചത്. ഇത് മാത്രമല്ല, പാശ്ചാത്യ മേഖലയിൽ തീവ്രവാദം വളരുന്നതിന് വെള്ളവും വളവും പകർന്നതിൽ ഇറാന് മാത്രമല്ല പങ്കുള്ളത്, തുർക്കിക്കും എർദോഗാനും വളരെ വലിയ പങ്കാണുള്ളത്. ഇതിനും പക്ഷേ ഈ എർദോഗാന്റെ ഒരു രീതി, ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ശക്തി എർദോഗാന് കൃത്യമായി അറിയാം. അതുകൊണ്ട് നേരിട്ടവരെ അടിക്കാനുള്ള ഒരു നീക്കം നടത്തില്ല. പക്ഷേ വാക്പോരുകൾ പലതവണ നടന്നിട്ടുണ്ട്. ഗാസയിൽ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിശാച് എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടുള്ള ആളാണ് എർദോഗാൻ. അപ്പോൾ അത്തരത്തിൽ അതിര് കടന്നു പോയിട്ടുള്ള വാക്പോരുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളൊരു യുദ്ധം ചെയ്യും അല്ലെങ്കിൽ ഇസ്രയേലിനെ ഇല്ലാതാക്കുമെന്നുള്ള പരസ്യ പ്രതികരണങ്ങളൊക്കെ വളരെ കുറച്ചേ എർദോഗാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തുർക്കിയെ അത്ര വലിയൊരു, ഇറാന് കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തോടെ ഇസ്രയേലും അമേരിക്കയും അങ്ങനെ അത്ര വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. എങ്കിലും എല്ലാ കാലത്തും തുർക്കിയുടെ മുകളിൽ മൊസാദിന്റെയും CIA-യുടെയും ചാരക്കണ്ണുകൾ ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക്, ഈ ഭീകര ഗ്രൂപ്പുകൾക്ക് പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇരു കൂട്ടരുടെയും, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും റഡാറിൽ തന്നെ തുർക്കിയെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എർദോഗാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിലുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. വലിയൊരു പടയെ തന്റെ പിന്നാലെ ഉരുവാക്കിയെടുക്കണം എന്നുള്ളതാണ് എർദോഗാന്റെ ആവശ്യം. ലബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്തും എർദോഗാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വളരെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗാസയിൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത്, യുദ്ധം തുടങ്ങി ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായ ഒരു രൂപം നമുക്ക് മനസ്സിലായായിരുന്നു. ഈ യുദ്ധം ഭീകരരെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തിട്ടേ ഇസ്രായേൽ അവസാനിപ്പിക്കൂ എന്നുള്ളത്. തുടക്കത്തിൽ തുർക്കി എടുത്ത നിലപാട്, തുർക്കിയിൽ നിന്ന് പൊടുന്നനെ ഹമാസിന്റെ ഏതൊക്കെ നേതാക്കളുണ്ട്, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടെല്ലാം പുറത്തു പോകണമെന്നാണ് തുർക്കി ആദ്യം ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് തുർക്കി പറയുകയും ചെയ്തു അങ്ങനെ ഹമാസിന്റെ ആരും തന്നെ തുർക്കിയിലില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഹമാസ് നേതാക്കൾ ഇടയ്ക്കിടെ ഖത്തറിൽ മീറ്റിംഗ് ഇല്ലാത്ത സമയത്ത് ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്കാറയിൽ പലതവണ ഈ ഇസ്മയിൽ ഹനിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ്, അതായത് ഇറാന് പല വിവരങ്ങളും തുർക്കിയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ വലിയ നേതാക്കൾ തുർക്കിയിൽ പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഹമാസിനെ സഹായിച്ചിട്ടുള്ളവരിൽ പ്രധാനി തന്നെയാണ് തുർക്കി. പക്ഷേ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇസ്രയേൽ ഗാസ യുദ്ധം തുടങ്ങിയ സമയത്ത് വളരെ ശക്തമായ നിലപാടാണ് എർദോഗാൻ എടുത്തിട്ടുള്ളത്. എല്ലാ ബന്ധങ്ങളും, ഇസ്രയേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ വിച്ഛേദിച്ചു എന്ന് വളരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ്. ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ് എന്നാണ് എർദോഗാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് തുർക്കി ഭരണകൂടം ഇസ്രയേലുമായി ഇനി ബന്ധം തുടരുകയോ
ഉള്ള ബന്ധം കുറച്ചുകൂടി മയപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് എർദോഗാൻ വളരെ സ്പഷ്ടമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ബന്ധത്തിൽ അങ്ങനെയുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു. ഭാവിയിൽ ഇതിന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇസ്രയേലുമായിട്ട് വളരെ ഒരു തുറന്ന യുദ്ധത്തിന് ഈ ഇസ്രയേൽ ഗാസ യുദ്ധം തുടങ്ങിയ കാലത്ത് തന്നെ എർദോഗാൻ പറഞ്ഞു നടന്നിട്ടുണ്ട്. ഗാസയിലുള്ള ആക്രമണങ്ങളെല്ലാം മനുഷ്യത്വ രഹിതമായിട്ടുള്ള ആക്രമണങ്ങളാണ്. ഇതിനെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഉത്തരം പറയിക്കേണ്ട ഉത്തരവാദിത്തം തുർക്കിക്ക് ഉൾപ്പെടെ ഉണ്ട് എന്നെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വളരെ തുറന്ന യുദ്ധത്തിലേക്ക് തന്നെയാണ് തുർക്കി ആദ്യകാലം മുതൽ തന്നെ വന്നിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം എർദോഗാന്റെ വായിൽ നിന്ന് വന്ന ചില പ്രസ്താവനകൾ, അതായത് അറബ് രാജ്യങ്ങൾക്ക് നട്ടെല്ലില്ലാതെ പോയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഒരു കൊട്ടു കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ശക്തമായ ഒരു രാജ്യം തുർക്കി മാത്രമാണ് എന്നുള്ള തരത്തിലാണ് എർദോഗാൻ സംസാരിച്ചത്. അതായത് അപ്പോൾ ഈ ഹിസ്ബുള്ളകൾക്കും മറ്റേ ഹമാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്കും ഒരു അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ ആരും തന്നെ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അറബ് രാജ്യങ്ങൾ ആരും തന്നെ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാവില്ല. സൗദി, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചേരിയിൽ കയറും. പക്ഷേ മുസ്ലിങ്ങൾക്ക് വേണ്ടി, ആഗോള മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, മുസ്ലിം രാജ്യങ്ങൾക്ക്, പലസ്തീൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ അതിന് തുർക്കിയെ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു പ്രസ്താവനയാണ് എർദോഗാന്റെ വായിൽ നിന്ന് വന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് മയപ്പെടുത്തി കൂടെ നിർത്താനുള്ള ഒരു നീക്കം തുർക്കി ഇതിനു മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ മെയ്യിൽ തുർക്കി ഇസ്രയേലിന് മേൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഇസ്രയേലിലെ സ്ഥാനപതിയെ കഴിഞ്ഞ വർഷം തുർക്കി തിരിച്ചു വിളിച്ചിരുന്നു. 2011 മുതൽ തുർക്കി ഹമാസിന് സുരക്ഷിത താവളം ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. 2011 മുതൽ തന്നെ തുർക്കി ഹമാസിന് സുരക്ഷിത താവളം ഒരുക്കിയിട്ടുണ്ട്. ഹമാസിന്റെ ഡെപ്യൂട്ടി പൊളിറ്റിക്കൽ ചീഫായ സലേൽ അൽ-അറൂരി സിറിയൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഹമാസ് ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിന് ഡമാസ്കസിൽ നിന്ന് തുർക്കിയിലേക്ക് സ്ഥലം മാറി വന്നിരുന്നു. തുർക്കിയിലെ ആസ്ഥാനം ഉറപ്പിച്ചിരുന്നു അറൂരി. 1949 ഇസ്രയേൽ രാഷ്ട്രത്തെ ആദ്യം അംഗീകരിക്കുന്ന രാജ്യമായിരുന്നു തുർക്കി. പിന്നീടാണ് ഇത് ഇത്രയും അധികം ബന്ധം വഷളായി പിന്നീടാണ് വന്നത്. തുർക്കിയിലെ ജൂത ന്യൂനപക്ഷത്തിന്റെ ഭാഗമായി മാറി മാറി വരുന്ന തുർക്കി സർക്കാരുകളെല്ലാം തന്നെ ഇസ്രയേലുമായി വളരെ ശക്തമായ ബന്ധമാണ് എർദോഗാൻ വരുന്നത് വരെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് എർദോഗാന്റെ വരവോട് കൂടിയാണ് ഈ ബന്ധം ഉലയുന്നത്. 96-ലും 98-ലും യുദ്ധവിമാനങ്ങളുടെ കപ്പൽ നവീകരിക്കാൻ ഇസ്രയേലിന് കരാർ നൽകിയിരുന്നത് പോലും തുർക്കിയാണ്. തുർക്കിയുടെ യുദ്ധക്കപ്പലുകൾക്കും ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള നവീകരണത്തിന് വേണ്ടിയുള്ള കരാറെല്ലാം കൊടുത്തിരുന്നത് ഇസ്രയേലിനാണ്. പക്ഷെ ആ ബന്ധമാണ് ഇപ്പോൾ ഇത്ര അധികം വഷളായിക്കൊണ്ടിരിക്കുന്നത്. അത് പഴയൊരു ചരിത്രം എടുത്താൽ ഇസ്രയേലിന് അറബ് രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇറാനുമായി നല്ല ബന്ധമുണ്ടായിരുന്ന കാലമുണ്ട് ഷാ ഭരണകാലത്തൊക്കെ. പിന്നീട് വന്ന തുർക്കിയുമായും ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് നല്ല ബന്ധമാണ് എന്ന് പറയുന്നല്ലോ. ബന്ധമായിരുന്നു അതാണ് പിന്നീട് ഉലഞ്ഞു പോകുന്നത്. അതായത് 2000ത്തിന്റെ തുടക്കം വരെ നല്ല ബന്ധമായിരുന്നു. ഈ സാമ്പത്തിക, നയതന്ത്ര, ആയുധ മേഖലകളിലെല്ലാം തന്നെ അറബ് രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നു. തുർക്കിയുമായിട്ട് രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്നു. ഇറാനുമായിട്ട് നല്ല അടുത്ത ബന്ധമായിരുന്നു. ഇറാനെ ആയുധം പിടിക്കാൻ പഠിപ്പിച്ചത് തന്നെ. അതുമാത്രമല്ല, ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് വെള്ളവും വളവും കൊടുത്ത് അവരെ വളർത്തിയെടുത്തത് മൊസാദാണ്. പക്ഷെ ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശത്രുക്കൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറാനും ഇസ്രയേൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇറാന്റെ വായിൽ വരുന്നത് മൊസാദ് എന്നാണ്. ഈ മൊസാദാണ് ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ ഒന്ന് ഉണർത്തിയെടുത്തത്. അപ്പോൾ അത്രത്തോളം വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെയാണ്. പക്ഷെ പിന്നീട് മറ്റു പലർ അധികാര കസേരകളിലേക്ക് വരുന്നതോടുകൂടി തന്നെയാണ് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഇസ്രയേലിന്റെ ബന്ധങ്ങളിൽ വലിയ രീതിയിലുള്ള ഉലച്ചിൽ വരുന്നതും ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ തീവ്രവാദത്തിന്റെ ഉറപ്പിക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നതും ഒക്കെ. അവിടെയും അമേരിക്കയുടെ ഒരു വലിയ പിഴവെന്നല്ല, ആയുധ കച്ചവടത്തിന് വേണ്ടി അമേരിക്ക പലതിനും കണ്ണടച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പാശ്ചാത്യ മേഖല ഇത്രത്തോളം
വെണ്ണീറായി നിൽക്കുന്നത്, ഒരു സമാധാനവുമില്ലാതെ. നമുക്കെപ്പോഴും പാകിസ്ഥാൻ, ഇന്ത്യ, കശ്മീർ പറയുന്നത് പോലെ തന്നെയാണ് പാശ്ചാത്യ മേഖലയിൽ ഈ ഇറാനും ഇസ്രയേലും ഒക്കെ തന്നെയുള്ളത്. അതിർത്തികളുടെ പേരിൽ, അത് മാത്രമല്ല അധിനിവേശത്തിന്റെ പേരിൽ എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പരസ്പരം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അറുതി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം മാത്രമായി അവശേഷിക്കും. ആരൊക്കെ ഭരണത്തിൽ വന്നാലും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് അമേരിക്കയാണെന്ന് നമ്മൾ പറയുമെങ്കിലും അമേരിക്കയ്ക്കും പരിധികളുണ്ട്. കാരണം അവർ കാണിച്ചു വെച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ, അവരുണ്ടാക്കി വെച്ച ചില പ്രതിസന്ധികളാണ് ഇന്നിപ്പോൾ വലിയ രീതിയിൽ ഈ രാജ്യങ്ങളെയെല്ലാം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തുർക്കി മറ്റൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി എന്തായിരിക്കും എർദോഗാന്റെ മറ്റ് നീക്കങ്ങൾ? എന്തായാലും അവർ ഹമാസിന് ഫണ്ടിങ് നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഹമാസിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇനിയൊരു നീക്കം തുർക്കിയുടെ ഭാഗത്തു നിന്ന്, എർദോഗാന്റെ ഭാഗത്തു നിന്ന് ഇനി എന്ത് നീക്കമാണ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. ഇതുവരെയും എർദോഗാൻ പരസ്യമായി വന്നിട്ടില്ല. പക്ഷേ ഹമാസിന് വേണ്ട ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. തുർക്കി ബാങ്കാണ് കുവൈറ്റ് ടർക്ക് ബാങ്ക്. ഇതിന് ഹമാസിന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്ന് കോടതി തന്നെ വ്യക്തമായി വിധിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഈ കൊടുക്കുന്ന ഫണ്ടിങ് മുഴുവനും തന്നെ പോകുന്നത് തീവ്രവാദത്തിന് വേണ്ടിയാണ്. അപ്പോൾ തീവ്രവാദത്തിനെ വിലയ്ക്ക് വാങ്ങുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോൾ തുർക്കിയും മാറിയിരിക്കുകയാണ്. അപ്പോൾ തീവ്രവാദം എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ അകത്തേക്ക് പോകും തോറും വീണ്ടും വീണ്ടും നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ പലതും തന്നെ, അതൊരു മതത്തിൻ്റെ പേരിൽ പറഞ്ഞതല്ല, പക്ഷേ ഇറാനായാലും തുർക്കി ആയാലും എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് നൽകുന്നത്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നടക്കുന്നത് തീവ്രവാദത്തിനെ വളമിട്ട് പോഷിപ്പിക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ കൂടുതലുണ്ട്. ജനുവരി 20-നാണ്. എങ്കിൽ കൂടെയും വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലേക്കാണ് ട്രംപ് വരാൻ പോകുന്നത്. ട്രംപിന് കാര്യങ്ങൾ അത്ര സുഗമമല്ല. പശ്ചിമേഷ്യയിൽ വീണ്ടും മാറ്റങ്ങൾ വരുന്നു. ഖത്തർ ഹമാസിനെ ചവിട്ടിപ്പുറത്താക്കുമ്പോൾ തുർക്കി അവരെ സംരക്ഷിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇറാൻ ഇനി എന്തൊക്കെ നീക്കങ്ങൾ നടത്താൻ, ആണവ സമ്പുഷ്ടീകരണം വളരെ വിപുലമായിട്ട് വളരെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം എതിരെ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിനൊപ്പം തന്നെ തുർക്കിയുടെ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്ന സമീപനത്തിനെതിരെ ഇസ്രയേൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ തുർക്കിയും ഇസ്രയേലും തമ്മിലാകുമോ യുദ്ധം എന്നുള്ളതും ആശങ്ക തന്നെയാണ്. എന്തായാലും ഒരു കൈവിട്ട കളിക്കാണ് എർദോഗാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.